പൊളിറ്റിക്കൽ സയൻസിലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന ഭാഗത്ത് നിന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചാണ്. എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് നമുക്ക് നോക്കാം. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ ദ മോറൽ ഒബ്ലിഗേഷൻസ് ഓഫ് ഓൾ സിറ്റിസൺസ് വിച്ച് പ്രൊമോട്ട് പാട്രിയോട്ടിസം ആൻഡ് അപ്ഹോൾഡ് ദ യൂണിറ്റി ഓഫ് ഇന്ത്യ. ദേശസ്നേഹം ആണ് പാട്രിയോട്ടിസം. പാട്രിയോട്ടിസത്തെ പ്രൊമോട്ട് ചെയ്യുക എല്ലാ പൗരന്മാരിലും അത് കടമയാണ്, കടപ്പാടാണ്, ഒബ്ലിഗേഷനാണ്, ധാർമ്മികമായ കടപ്പാടാണ്, മോറൽ ഒബ്ലിഗേഷനാണ്. ഇത് ഒരു മൗലിക കടമയാണ് ഒരു പൗരനെ സംബന്ധിച്ച്, ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശസ്നേഹത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നത്, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഐക്യത്തെ ഉയർത്തിപ്പിടിക്കുക, ആൻഡ് അപ്ഹോൾഡ് ദ യൂണിറ്റി ഓഫ് ഇന്ത്യ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ ദ മോറൽ ഒബ്ലിഗേഷൻ. ഇവ ധാർമ്മികമായ ബാധ്യതകളാണ് ഓരോ പൗരന്മാർക്കും ഉള്ളത്. ദേശസ്നേഹത്തെ പ്രൊമോട്ട് ചെയ്യുകയും ഇന്ത്യയുടെ ഐക്യത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക പോലുള്ള ധാർമ്മിക ബാധ്യതകളാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഏതൊക്കെയാണ്? റെസ്പെക്ടിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയെ മാനിക്കുക, ബഹുമാനിക്കുക. സേഫ് ഗാർഡിങ് പബ്ലിക് പ്രോപ്പർട്ടി, പൊതു സമ്പത്തിനെ കാത്തു സംരക്ഷിക്കുക. അതുപോലെ തന്നെ പ്രിസർവിംഗ് ദ കൺട്രീസ് കൾച്ചറൽ ഹെറിറ്റേജ്, രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ കാത്തു സൂക്ഷിക്കുക എന്നിവയാണ്. ദേ ആർ നോട്ട് ലീഗലി എൻഫോഴ്സിബിൾ ബട്ട് സെർവ് ആസ് ഗൈഡ് ലൈൻ ഫോർ റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പ്. അവ നിയമപരമായിട്ട് എൻഫോഴ്സിബിൾ അല്ല എങ്കിൽ കൂടി അവ ഉത്തരവാദിത്തമുള്ള പൗരത്വത്തിന് മാതൃകയാണ്, മാർഗരേഖയാണെന്ന് പറയാം. ആൻഡ് വേർ ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി ഇയർ 1976. 1976 വരെ ഇത് നമ്മുടെ ഭരണഘടനയിൽ പൗരന്റെ കടമകൾ പറഞ്ഞിരുന്നില്ല, പൗരന്റെ അവകാശങ്ങൾ പറഞ്ഞിരുന്നു. ഫണ്ടമെന്റൽ റൈറ്റ്സ്, 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടെങ്കിലും, വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും 1976 വരെ പൗരൻ രാഷ്ട്രത്തിന് അങ്ങോട്ട് ചെയ്യേണ്ട കടമകൾ എന്താണെന്ന് പറഞ്ഞിരുന്നില്ല. കാരണം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ കരുതിയിരുന്നത് എല്ലാ പൗരന്മാരും അത് അറിഞ്ഞ് ചെയ്തുകൊള്ളും, രാഷ്ട്രത്തോടുള്ള തങ്ങളുടെ കടമകൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്തുകൊള്ളും എന്നായിരുന്നു ധാരണ ഉണ്ടായിരുന്നത്. ഇനി ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്തെല്ലാമാണ്? അറ്റ് എ ഗ്ലാൻസ് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ പറയാം. ഭരണഘടനയെ മാനിക്കുക, രാഷ്ട്രം ഉന്നതമെന്ന് കരുതുന്ന ആ ശ്രേഷ്ഠമായ ആദർശങ്ങളെ നമ്മൾ മാനിക്കുക. ചെറിഷ് നോബിൾ ഐഡിയൽസ് ഓഫ് ദ നേഷൻ, അപ്ഹോൾഡ് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി, രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുക. ഡിഫെൻഡ് ദ കൺട്രി, ആവശ്യമെങ്കിൽ രാജ്യത്തിന് വേണ്ടി പ്രതിരോധ സേനയാകാൻ തയ്യാറാവുക. പ്രൊമോട്ട് ഹാർമണി ആൻഡ് ബ്രദർഹുഡ്, സാഹോദര്യവും അതുപോലെ തന്നെ സമന്വയവും ഒക്കെ പ്രോത്സാഹിപ്പിക്കുക. പ്രിസർവ് റിച്ച് ഹെറിറ്റേജ്, സമ്പന്നമായ പൈതൃകത്തെ, രാഷ്ട്രത്തിന്റെ പൈതൃകത്തെ കാത്തു സംരക്ഷിക്കുക. പ്രൊട്ടക്ട് നാച്ചുറൽ എൻവയോൺമെന്റ്, സ്വാഭാവിക പ്രകൃതിയെ സംരക്ഷിക്കുക. ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ, ഒരു ശാസ്ത്ര ബോധം നമ്മൾ നിലനിർത്തുക. സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി, പൊതുസ്വത്ത് സംരക്ഷിക്കുക. സ്ട്രൈവ് ടുവേർഡ്സ് എക്സലൻസ്, മികവിന്റെ പരമാവധിയിലേക്ക് ഓരോ പൗരനും പരിശ്രമിച്ചുയരുക. പ്രൊവൈഡ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം നൽകുക. നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ സഹജീവികൾക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾ നിർബന്ധമായി അവരുടെ 6-നും 14-നും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് നിർബന്ധമായും വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ഈ പ്രൊവൈഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് 2002 പുതിയതായിട്ട് നിയമമൂലം കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ള മാതാപിതാക്കളുടെ മൗലിക കടമയായിട്ട്. സോ റെസ്പെക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് ആദ്യത്തെ കടമ. ഇങ്ങനെ 11 പോയിന്റ്സ് നമ്മുടെ കടമകൾ പറയുമ്പോഴും ആദ്യത്തേത് ഭരണഘടനയെ മാനിക്കുക എന്നത് തന്നെയാണ്. ഫോളോ ദ റൂൾസ് ആൻഡ് വാല്യൂസ് ലെയ്ഡ് ഔട്ട് ഇൻ കൺട്രീസ് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന മൂല്യങ്ങൾ, ആ നിയമങ്ങൾ പിന്തുടരുക, പാലിക്കുക എന്നുള്ളത്. എക്സാമ്പിൾ പറയുകയാണ്, ഇലക്ഷനിൽ വോട്ട് ചെയ്യുക എന്നുള്ള പോലുള്ള കാര്യങ്ങൾ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ അവകാശവുമാണ്, ഒപ്പം തന്നെ നമ്മളത് പാലിക്കേണ്ട ഉത്തരവാദിത്വവും ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. എക്സാമ്പിൾ, വോട്ടിംഗ് ഇൻ ഇലക്ഷൻസ് ബിക്കോസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗിവ്സ് യു ദാറ്റ് റൈറ്റ് ആൻഡ് ഡ്യൂട്ടി, ഒരേ സമയം അവകാശവുമാണ് അത് കടമയുമാണ്. ചെറിഷ് നോബിൾ ഐഡിയൽസ്, ഹോൾഡ് ഓൺ ടു ഗുഡ് വാല്യൂസ് ലൈക്ക് ഓണസ്റ്റി, സത്യസന്ധത, രാഷ്ട്രം, നന്മ, സത്യസന്ധത, നീതിബോധം, ഫെയർനെസ്, എല്ലാവരോടും തുല്യമായ പെരുമാറ്റം, കൈൻഡ്നസ്, ദയാവായ്പ, ഇതൊക്കെ രാഷ്ട്രം പ്രോത്സാഹിപ്പിക്കുന്ന ഉന്നത മൂല്യങ്ങൾ തന്നെയാണ്. അതിനോട് ഒത്തുചേർന്ന് പോവുക. Example, standing up for a friend who is being bullied because you believe in treating others with respect. മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തി തൻ്റെ ഒരു സുഹൃത്തായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് വേണ്ടി നിലകൊള്ളുക. മറ്റുള്ളവർ ഒരാളെ ഉപദ്രവിക്കുക എന്നത് ശരിയല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് തന്നെ. ഇനി അപ്ഹോൾഡ് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി,
രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുക. കീപ് ദ നേഷൻ ആൻഡ് ഇറ്റ്സ് പീപ്പിൾ യുണൈറ്റഡ്, ബീങ് ഓണസ്റ്റ് ആൻഡ് സിൻസിയർ ഇൻ ആക്ഷൻസ്. രാജ്യത്തെ പൗരന്മാർ ഒരുമിച്ച് ഐക്യത്തോടെ അഖണ്ഡതയോടെ മുന്നോട്ട് പോകണം, സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടുകൂടി പ്രവൃത്തികളിൽ നിലപാടുകളിൽ ഒക്കെ ഉണ്ടായിരിക്കണം എന്നത്. എക്സാമ്പിൾ, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ കമ്മ്യൂണിറ്റി ഇവന്റ്സ് ദാറ്റ് ബ്രിങ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ടുഗദർ. വ്യത്യസ്തമായ സമുദായങ്ങളെ തമ്മിൽ ഒത്തൊരുമിപ്പിക്കുന്ന പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളിൽ നിങ്ങൾ പങ്കാളികളാകുക എന്നുള്ളത്. ഇനി ഡിഫെൻഡ് ദ കൺട്രി, രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രതിരോധം തീർക്കുക, അല്ലെങ്കിൽ രാജ്യത്തെ പ്രതിരോധിക്കാൻ നിങ്ങൾ ആർമിയായി തയ്യാറെടുക്കുക. ഒരു അവശ്യ സന്ദർഭങ്ങൾ, ഒരു പ്രളയം ഉണ്ടാകുമ്പോൾ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. പ്രൊട്ടക്ട് യുവർ നേഷൻ വെൻ നീഡഡ്, വെദർ ഫിസിക്കലി ഓർ ബൈ സപ്പോർട്ടിങ് ഇറ്റ്സ് സേഫ്റ്റി. നേരിട്ട് നിങ്ങൾക്ക് ശാരീരികമായി നിങ്ങളുടെ ആർമിയിൽ നിങ്ങളുടെ പങ്കാളിത്തം നൽകാം, അല്ലെങ്കിൽ അതിന്റെ സുരക്ഷിതത്തിന് വേണ്ടി നിങ്ങളുടെ പിന്തുണ മറ്റു പല രീതികളിൽ ജാഗ്രത പുലർത്തുന്നതിൽ നിങ്ങൾക്ക് കാണിക്കാം. 1962 യുദ്ധത്തിൽ വോളണ്ടിയർ ആയിട്ട് പോലീസ്മാൻമാരെ ആയിട്ട് ആളുകളോട് ചേരാൻ പറഞ്ഞിരുന്നു. നോക്കുക, ഇന്ത്യ ചൈന യുദ്ധത്തിൽ. ഇനി എക്സാമ്പിൾ, ജോയിനിങ് ദ ആംഡ് ഫോഴ്സസ് ഓർ ഹെൽപ്പിംഗ് ഡ്യൂറിങ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആസ് എ വോളണ്ടിയർ. ആംഡ് ഫോഴ്സസിൽ ചേരുക, പ്രകൃതി ദുരന്തങ്ങളുടെ സമയത്ത് ഒരു വോളണ്ടിയർ ആയിട്ട് നിങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുക. പ്രൊമോട്ട് ഹാർമണി ആൻഡ് ബ്രദർഹുഡ്, സാഹോദര്യവും അതുപോലെ തന്നെ ഐക്യവും പ്രോത്സാഹിപ്പിക്കുക. എൻകറേജ് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് എമംഗ് ഡൈവേഴ്സ് ഗ്രൂപ്പ്സ്, വൈവിധ്യമുള്ള വിവിധ ജാതി മത വർഗ ഭാഷാ വ്യത്യാസങ്ങളുള്ള ഗ്രൂപ്പുകൾക്കിടയിൽ സാഹോദര്യം പുലർത്തുന്നതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ കമ്മ്യൂണൽ ഹാർമണി കൊണ്ടുവരിക, ഇതൊക്കെ ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഓർഗനൈസിങ് കൾച്ചറൽ എക്സ്ചേഞ്ച് മീറ്റ് വേർ പീപ്പിൾ ഷെയർ ദ ട്രഡീഷൻസ്. പല നാട്ടിലെ ആൾക്കാർ ഒത്തൊരുമിച്ച് അവരുടെ പാരമ്പര്യങ്ങളും അവരുടെ ആശയങ്ങളും ഒക്കെ വിനിമയം ചെയ്യുന്ന അത്തരത്തിലുള്ള കൾച്ചറൽ മീറ്റുകൾ നിങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രിസർവ് ദ റിച്ച് ഹെറിറ്റേജ്, ടേക്ക് കെയർ ഓഫ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ്, ഈ ചരിത്ര സൈറ്റുകളെ കാത്തു സൂക്ഷിക്കുക. ട്രഡീഷൻസ് ആൻഡ് കൾച്ചറൽ ലെഗസീസ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്നാണ്, എക്സാമ്പിൾ പറയുകയാണ്, വിസിറ്റിംഗ് ആൻഡ് ഹെൽപ്പിംഗ് മീ. നമ്മുടെ മ്യൂസിയങ്ങൾ, ലോക്കൽ ഹെറിറ്റേജ് മോണുമെന്റുകൾ സന്ദർശിക്കുക. കുട്ടികളോട് നാടൻ പാട്ടുകളെ കുറിച്ച് നാടോടി കഥകളും പറഞ്ഞ് പഠിപ്പിക്കുക. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം നൽകുക. ഒപ്പം തന്നെ 7ാമത്തെ ഒരു ഡ്യൂട്ടിയാണ് പൗരന്റെ പ്രൊട്ടക്ട് നാച്ചുറൽ എൻവയോൺമെന്റ്. അതായത് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക. ലുക്ക് ആഫ്റ്റർ ദ പ്ലാനറ്റ് ബൈ റെഡ്യൂസിങ് ഹാം ടു നേച്ചർ. പ്രകൃതിക്ക് മലിനീകരണം കുറച്ചുകൊണ്ട് നമ്മുടെ പ്ലാനറ്റിനെ കാത്തു സംരക്ഷിക്കുക എന്നുള്ളത് ഒരു മൗലിക കടമയാണ്, ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് ഒരു പൗരന്റേത്. എക്സാമ്പിൾ, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ട്രീ പ്ലാന്റിംഗ് ഡ്രൈവ്സ് ഓർ റെഡ്യൂസിങ് പ്ലാസ്റ്റിക് യൂസ്. മരം നടൽ പോലുള്ള സംരംഭങ്ങളിൽ നിങ്ങൾ പങ്കാളിയാവുക. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പരിപാടികളിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പങ്കാളികളാവുക എന്നുള്ളത്. ഇനി ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ, ശാസ്ത്രബോധം വളർത്തുക. ഫോസ്റ്റർ ക്യൂരിയോസിറ്റി, പുതിയ തലമുറയിൽ ആകാംക്ഷയെ വളർത്തുക. അവർക്ക് പുതിയ അറിവുകൾ നേടാനായിട്ടുള്ള ചിന്താശേഷി അവരിൽ ഉണ്ടാക്കുക, വിമർശന ചിന്ത ഉണ്ടാക്കുക, ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുക. ആൻഡ് എവിഡൻസ് ബേസ്ഡ് റീസണിങ്, അതായത് കാര്യകാരണ ബോധത്തോടു കൂടിയുള്ള യുക്തിസഹമായ ചിന്തകൾ പ്രോത്സാഹിപ്പിക്കുക. എക്സാമ്പിൾ, റീഡിങ് അപ്പോൺ ടോപ്പിക്സ് ബിഫോർ ഫോമിങ് ഒപ്പീനിയൻസ്. ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിന് മുമ്പ് ആ കാര്യവുമായി ബന്ധപ്പെട്ട ടോപ്പിക് വായിച്ചിട്ട് ഒരു അഭിപ്രായം പറയുക. ഓർ എൻകറേജിങ് കിഡ്സ് ടു ആസ്ക് വൈ, കുട്ടികളോട് ഓരോ സംശയങ്ങൾ ചോദിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. എന്തുകൊണ്ട് അതങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, തുടങ്ങിയ കാര്യങ്ങൾ. സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി, നമ്മുടെ 9ാമത്തെ ഒരു ഡ്യൂട്ടിയാണ്. രാഷ്ട്രത്തിന്റെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് പൗരന്റെ. എന്തോന്നാണ്, നമ്മുടെ പൊതുസമ്പത്ത് നശിപ്പിക്കാതിരിക്കുക അഥവാ കാത്തു സംരക്ഷിക്കുക. ടേക്ക് കെയർ ഓഫ് കമ്മ്യൂണൽ അസറ്റ്സ്. സോ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പൊതുസമൂഹത്തിന്റെ സ്വത്തുവകകള്, പാർക്കുകൾ, റോഡുകൾ, പാലങ്ങള്, അല്ലെങ്കിൽ പൊതു കളിസ്ഥലങ്ങൾ, ഇവയൊക്കെ കാത്തു സംരക്ഷിക്കുക കമ്മ്യൂണൽ അസറ്റ്സിനെ. സോ ദാറ്റ് എവരി വൺ കുഡ് ടേക്ക് ദ ബെനിഫിറ്റ് ഓഫ് ഓൾ ദോസ് തിങ്സ്. അതിന്റെ എല്ലാം ഗുണഫലങ്ങൾ എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിൽ. എക്സാമ്പിൾ, റിപ്പോർട്ടിംഗ് ബ്രോക്കൺ സ്ട്രീറ്റ് ലൈറ്റ്സ്, പൊട്ടിയ ഒടിഞ്ഞു തൂങ്ങിയ തെരുവ് വിളക്ക് കാണുമ്പോൾ നിങ്ങൾ വേണ്ടപ്പെട്ട അധികാരികൾ റിപ്പോർട്ട് ചെയ്യുക. ഓർ നോട്ട് വാൻഡലൈസിങ് പബ്ലിക് ബെഞ്ചസ്, അതുപോലെ തന്നെ പൊതു ബെഞ്ചുകൾ ആൾക്കാർ നശിപ്പിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക, തുടങ്ങിയ കാര്യങ്ങൾ. ഇനി സ്ട്രൈവ് ടുവേർഡ്സ് എക്സലൻസ്, മികവിന് വേണ്ടി പരിശ്രമിക്കുക. ഗിവ് യുവർ ബെസ്റ്റ് എഫേർട്ട് ഇൻ വാട്ട് എവർ യു ഡു, നിങ്ങൾ എന്ത് ചെയ്യുന്നോ അവിടെ നിങ്ങളുടെ ഏറ്റവും നല്ല പരിശ്രമം കാഴ്ചവെക്കുക. നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പങ്കെടുക്കുമ്പോൾ അതിന് നിങ്ങൾ ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടെസ്റ്റിന് വേണ്ടിയിട്ട്
ഒരുങ്ങി നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ മാക്സിമം മാർക്ക് മേടിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിന് ഏറ്റവും മികച്ച രീതിയിൽ അത് ചെയ്യാൻ നോക്കുക, ജോലി നിങ്ങളാൽ പൂർത്തിയാക്കാൻ നോക്കുക. എക്സാമ്പിൾ പ്രിപ്പയറിംഗ് തറലി ഫോർ എക്സാംസ് ഓർ ട്രെയിനിങ് ഹാർഡ് ഫോർ എ സ്പോർട്ട്. ഇനി അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഐറ്റത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോഴും നിങ്ങൾ മാക്സിമം നിങ്ങൾ ത്രൈവ് ഹാർഡ് ചെയ്യാനായിട്ട് ചെയ്യുക, അതിനകത്ത് എക്സൽ ചെയ്യാനായിട്ട്, അതിനകത്ത് മികവുണ്ടാക്കുവാനായിട്ട്. പ്രൊവൈഡ് എഡ്യൂക്കേഷൻ, സപ്പോർട്ട് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. നിങ്ങൾക്കും മറ്റുള്ളവർക്കും അറിവിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന്. എക്സാമ്പിൾ ട്യൂട്ടറിംഗ് യുവർ പിയർ ഗ്രൂപ്പ് ഓർ ഡൊണേറ്റിംഗ് ബുക്സ് ടു എ ലോക്കൽ ലൈബ്രറി. നമ്മുടെ പിയർ ഗ്രൂപ്പിനെ പഠിപ്പിക്കുക, നമ്മുടെ സമപ്രായക്കാരായ ആൾക്കാരെ എന്തെങ്കിലും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് കൂടി സംശയങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് അതിനൊരു ഉദാഹരണം മാത്രമാണ്. അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ലൈബ്രറിയിലേക്ക് ഒരു ബുക്ക് നമ്മൾ ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത് ഈ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന പോയിന്റിലൂടെ ഒത്തുചേർന്ന് പോകുന്നതാണ്. സോ എൻഷുർ എഡ്യൂക്കേഷൻ എന്നത് എന്താണ് ഒന്നുകൂടി നോക്കാം. പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ടു ഹിസ് ചൈൽഡ് ഓർ വാർഡ് ബിറ്റ്വീൻ ദ ഏജസ് ഓഫ് 6 and 14 years. ഒരു വ്യക്തി അയാളുടെ കുട്ടിക്ക് അല്ലെങ്കിൽ അയാളുടെ സംരക്ഷണയിൽ കഴിയുന്ന ആൾക്ക് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഒരു കടമയായിട്ട് നമ്മൾ കരുതുകയാണ്. ദി ഫണ്ടമെന്റൽ ഡ്യൂട്ടി ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഈസ് ഫോർ പാരൻസ്. ഈ വിദ്യാഭ്യാസം മക്കൾക്ക് നൽകുക എന്നുള്ളത് നിർബന്ധിതമാക്കിയിരിക്കുകയാണ് മാതാപിതാക്കൾക്ക് ഓർ ഗാർഡിയൻസ് ടു എൻഷുർ ദർ ചൈൽഡ് ഓർ വാർഡ് ബിറ്റ്വീൻ ദ ഏജസ് of 6 and 14 years receives opportunities for education. 6നും 14നും ഇടയിലുള്ള ആളുകൾ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ അവർക്ക് ലഭിക്കുക എന്ന് ഉറപ്പുവരുത്തുക. ദിസ് ഈസ് ദ 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി. 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ടാണ് ഇത് പറയുക. ആഡഡ് ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്താണ്. 86ാമത്തെ ഭരണഘടനാ ഭേദഗതി 2002 കൊണ്ടുവന്ന സമയത്ത് അത് കൂട്ടിച്ചേർക്കുകയായിരുന്നു. ദിസ് ഡ്യൂട്ടി ഈസ് എ കമ്പാനിയൻ ടു ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 21A നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ചെയ്യുന്നുണ്ട് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകണമെന്നുള്ള ഈ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് മൗലിക അവകാശമായിട്ട് നൽകണമെന്നുള്ള അതിനോട് ഒത്തുചേർന്ന് പോകുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് എന്ന് പറയാം. അപ്പൊ നമ്മൾ പൊതുവെ നോക്കിയത് ഈ ഏതൊക്കെയാണ് ഒരു ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകൾ, അവകാശങ്ങളല്ല കടമകളാണ് ഈ ഭാഗത്ത് നമ്മൾ നോക്കിയത്. ഇനി നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും കൂടെ നമുക്ക് നോക്കാനുണ്ട്.